ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിവോ S15 പ്രോയുടെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് വിവോ V25 പ്രോ ആയിട്ടാണ് വരാനായിട്ട് പോകുന്നത്. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സിലിക്കൺ കേസും അതോടൊപ്പം തന്നെ ഈ കുറച്ച് യൂസർ മാനുവൽസും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു 80 വാട്ട്സിൻ്റെ ചാർജറും USB Type C ഒരു കേബിളും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് വിവോയുടെ തന്നെ ഒരു ഫ്ലാഷ് ചാർജറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇതിൻ്റെ റിവ്യൂ ബേസിസിൽ കുറേ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ബട്ട് ഹൈലൈറ്റഡ് സ്പെസിഫിക്കേഷൻസ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. ഒരു ബ്ലാക്ക് കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ നല്ല രീതിയിലുള്ളൊരു ഡിസൈൻ ഫാക്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെയിം as നമ്മുടെ IQ Neo 6 കണ്ട ആ ഒരു സെയിം ഡിസൈനാണ്, ക്യാമറ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് ബൂട്ടപ്പ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊന്നും സംസാരിക്കാം. സോ ഇതിനകത്ത് നമുക്ക് 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ വേരിയൻ്റ് ആണ്. ചിൻസ് ആൻഡ് ബസറസ് വളരെ ചെറുതാണ്. ഒരു കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 6.56 ഇഞ്ചസിൻ്റെ E4 AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. ആൻഡ്രോയിഡ് 12 ആണ് ലഭിക്കുന്നത്. ഒറിജിൻ OSൻ്റെ ഓഷൻ വെർഷനാണ് റൺ ആവുന്നത്. നല്ല സ്മൂത്ത് OS ആണ്. ബട്ട് ചൈനയിൽ മാത്രമേ ഈ ഒരു OS അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഫണ്ട ചോയ്സ് ആയിക്കോളും. മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 8100 എന്ന് പറയുന്ന ഒരു 5nm പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കിടിലൻ പ്രോസറാണ്. നല്ല രീതിയിൽ തന്നെ ഫോട്ടോസൊക്കെ ഹാൻഡിൽ ചെയ്യാനും വീഡിയോസിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സൽ പ്ലസ് 12 മെഗാപിക്സൽ പ്ലസ് 2 മെഗാ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ്. 4K 30 FPS നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് 32 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. എങ്കിലും 1080p 30 FPS മാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നില്ല. കോസ് ദിസ് ഈസ് എ വാട്ടർ പ്രൂഫ് സ്മാർട്ട് ഫോൺ. കാരണം നമുക്ക് വെള്ളത്തിനകത്തേക്ക് ഇത് മുക്കിയിടാൻ പറ്റും. വാട്ടർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ഇതിൻ്റെ അകത്ത് കമ്പനി യൂസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ്. LTPO AMOLED ഡിസ്പ്ലേ എന്താ പറയുക, ലിത്തിയൻ പോളിമർ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 4500 mAh ഒരു ബാറ്ററിയാണ്. 80 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആണ്. 18 മിനിറ്റ് കൊണ്ട് തന്നെ 70% കയറാൻ പറ്റിയൊരു ചാർജറാണ്. സോ നമ്മൾ മാക്സിമം സ്പീഡിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ബൈ.